സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സ്വകാര്യ അന്യായം പരിഗണിച്ച അമ്പലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാർച്ച് 29-ന് മന്ത്രി നേരിട്ട് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. 2016-ൽ പൊതുപരിപാടിയിൽ വെച്ച് മന്ത്രി അപമാനിച്ചെന്ന് കാട്ടി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിലാണ് നടപടി. പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാത്തതിനെ തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. 2016-ൽ തോട്ടപ്പള്ളി റോഡ് ശിലാസ്ഥാപന ചടങ്ങിനിടെയായിരുന്നു സംഭവം. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തി മന്ത്രിക്കെതിരെ കേസെടുക്കാനാണ് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2016 ഫെബ്രുവരി 28-ന് തോട്ടപ്പള്ളിയിലെ കൃഷ്ണൻചിറ ലക്ഷ്മിത്തോട് റോഡ് ശിലാസ്ഥാപന ചടങ്ങിനിടെ മന്ത്രി പൊതുജനമധ്യത്തിൽ വെച്ച് തന്നെ അപമാനിച്ച് സംസാരിച്ചെന്നാണ് പരാതി. സ്വാഗത പ്രസംഗം നടത്തിയ ആളുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി തനിക്കെതിരെ മന്ത്രി മോശമായി സംസാരിച്ചെന്നാണ് പരാതി. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ സ്ത്രീയെ ഈ സംഭവത്തിന് ശേഷം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വൈരാഗ്യം തീർക്കുന്നതിനാണ് പരാതി നൽകിയതെന്ന് CPM പ്രദേശി നേതൃത്വം ആരോപിച്ചു. കേസെടുക്കുന്നതോടെ ജി സുധാകരന്റെ മന്ത്രിസ്ഥാനം തുലാസിലാകും. പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി വനിതാ മതിൽ തീർത്ത പാർട്ടിയുടെ പ്രധാന നേതാവ് സ്വന്തം പാർട്ടിയിലെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയത് ഇരട്ടത്താപ്പാണെന്നും CPMന്റെ വനിതാ ശാക്തീകരണവും ലിംഗനീതിയും വെറും തട്ടിപ്പാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഷൊർണൂർ MLA PK ശശി DYFI വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പാർട്ടി അദ്ദേഹത്തെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. യുവതി പരാതി നൽകിയത് ആദ്യം പൂഴ്ത്തിവെച്ച നേതൃത്വം കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെയാണ് അന്വേഷണ കമ്മീഷനെ ഉൾപ്പെടെ നിയമിച്ചത്. യുവതിയുടെ പരാതി പോലീസിന് കൈമാറാത്തതിനെതിരെയും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ശബരിമല വിധിയെ തുടർന്ന് ഭരണഘടനാ സംരക്ഷണത്തിനിറങ്ങിയ CPM സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നില്ലെന്നും പരാതി നൽകിയാൽ പോലീസിന് കൈമാറാതെ പാർട്ടി ഭരണഘടനാ പ്രകാരം നടപടിയെടുക്കുകയാണെന്നുമാണ് കോൺഗ്രസും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ആരോപിച്ചിരുന്നത്. ജി സുധാകരന്റെ കാര്യത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. കോടതി ഇടപെട്ടതോടെ സുധാകരനെതിരായ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യതയും കുറവാണ്. മന്ത്രിക്കെതിരെ CPMഉം മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.